എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 പ്രവേശനത്തിൻ്റെ ഭാഗമായിട്ടുള്ള ട്രയൽ അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചു. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് hscap.kerala.gov.in എന്നുള്ള വെബ്സൈറ്റിലൂടെ വിദ്യാർത്ഥികൾക്ക് ഹയർ സെക്കൻഡറി വിഭാഗത്തിൻ്റെ അലോട്ട്മെൻറ്റ് റിസൾട്ട് പരിശോധിക്കാവുന്നതാണ്. ട്രയൽ അലോട്ട്മെൻറ്റ് ആയതുകൊണ്ട് തന്നെ അലോട്ട്മെൻറ്റ് കിട്ടിയാലും പ്രത്യേകിച്ച് അഡ്മിഷൻ കിട്ടത്തില്ല. ഫസ്റ്റ് അലോട്ട്മെൻറ്റ് മുതലാണ് അഡ്മിഷൻ ഉണ്ടായിരിക്കുക. അതുപോലെ അപേക്ഷ എഡിറ്റ് ചെയ്യേണ്ടവർക്ക് ജൂൺ 10-ാം തീയതി വൈകുന്നേരം 5 മണി വരെ വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ അപേക്ഷ എഡിറ്റ് ചെയ്യാം. ജൂൺ 15-ാം തീയതിയാണ് നിങ്ങളുടെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കുന്നത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, അപേക്ഷ എഡിറ്റ് ചെയ്യാനുള്ളവർ എഡിറ്റ് ചെയ്യുക. എഡിറ്റ് ചെയ്യേണ്ട ഒന്നും അപേക്ഷയിൽ തെറ്റൊന്നുമില്ല. ഓപ്ഷൻസ് ഒന്നും പുതുതായിട്ട് കൂട്ടിച്ചേർക്കേണ്ടതൊന്നുമില്ല. അതുപോലെ ഓപ്ഷൻ എഡിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല എന്നുള്ളവർ എഡിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ എഡിറ്റ് ആപ്ലിക്കേഷൻ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ എഡിറ്റ് ചെയ്യാനുള്ള പേജിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ആപ്ലിക്കേഷനിൽ എന്തെങ്കിലും തിരുത്തലുകൾ വേണ്ടവർ തിരുത്തലുകൾ വരുത്താവുന്നതും തിരുത്തലുകൾ വരുത്തേണ്ടവർ വരുത്താതെ നിങ്ങൾക്ക് ഈ ഒരു ഡീറ്റെയിൽസ് ഒക്കെ പരിശോധിച്ച് ശരിയാണെന്ന് ഉറപ്പുവരുത്തിയ ശേഷം പിന്നീട് സബ്മിറ്റ് ചെയ്ത് നിങ്ങൾ ഫൈനൽ കൺഫർമേഷൻ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. എഡിറ്റ് ആപ്ലിക്കേഷൻ ലിങ്കിൽ ക്ലിക്ക് ചെയ്യാത്തവർ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഇനി വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, പല വിദ്യാർത്ഥികളും ചോദിച്ച ഒരു പ്രധാനപ്പെട്ട സംശയമാണ്. ഈ ഒരു കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാൻ പറ്റുന്നില്ല, റിസൾട്ട് കിട്ടുന്നില്ല, പാസ്വേഡ് മറന്നുപോയി, പാസ്വേഡ് എങ്ങനെ തിരിച്ചു കിട്ടുമെന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ നിങ്ങൾ അപേക്ഷ സമർപ്പിച്ചപ്പോൾ നിങ്ങൾക്ക് ലഭിച്ച ആ ഒരു പ്രിൻ്റ് ഔട്ടിൽ, അതായത് നിങ്ങളുടെ അപേക്ഷയുടെ പ്രിൻ്റ് ഔട്ടിൽ അതിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ കട്ടി കളറിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ നോക്കി മനസ്സിലാക്കുക. അതല്ലെങ്കിൽ നിങ്ങൾ അക്ഷയ വഴിയാണ് അപ്ലൈ ചെയ്തെങ്കിൽ അക്ഷയയിൽ പോയിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. ഇനി അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഇനി നിങ്ങളുടെ പാസ്വേഡ് മറന്നു പോയിട്ടുണ്ട്, നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ നിങ്ങളുടെ കയ്യിലുണ്ട്, പാസ്വേഡ് മറന്നു പോയിട്ടുണ്ടെങ്കിൽ വിദ്യാർത്ഥികൾക്ക് കാൻഡിഡേറ്റ് ലോഗിൻ SWS എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ഇത് കാൻഡിഡേറ്റ് ലോഗിൻ MRS ലിങ്ക് മുഖേന മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിൽ അപ്ലൈ ചെയ്തതാണെങ്കിൽ ആ ഒരു കാൻഡിഡേറ്റ് ലോഗിൻ MRS ലിങ്കാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. ഞാനിപ്പോൾ SWS ലിങ്ക് വഴിയാണ് അപേക്ഷിച്ചത് എന്നുള്ളതുകൊണ്ട് തന്നെ കാൻഡിഡേറ്റ് ലോഗിൻ SWS അത് മെറിറ്റ് സീറ്റിലേക്കാണ് അപ്ലൈ ചെയ്തതുകൊണ്ട് ആ ഒരു ലിങ്കിൽ ഞാൻ ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം നിങ്ങളുടെ പാസ്വേഡ് മറന്നുപോയിട്ടുള്ള വിദ്യാർത്ഥികൾ ഫോർഗോട്ട് പാസ്വേഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ ഇവിടെയുണ്ട്. അപ്പോൾ ആ ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് നേരെ നിങ്ങളുടെ ആ കാൻഡിഡേറ്റ് പാസ്വേഡ് റീസെറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള പേജിലേക്ക് പോകും. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഏത് ജില്ലയിലെ ആ ഒരു ആപ്ലിക്കേഷൻ നമ്പറിൻ്റെ പാസ്വേഡാണോ മറന്നുപോയത് ആ ഒരു ജില്ല നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇവിടെ കാണുന്ന ക്യാപ്ച കോഡ് എന്ന് പറഞ്ഞിട്ടുള്ള കുറച്ച് നമ്പേഴ്സ് ആണ്, അത് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് സെൻഡ് OTP എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത പേജിൽ ഒരു ലിങ്ക് വരും, അതായത് ഒരു പച്ച ബട്ടൺ കാണാൻ പറ്റും. ആ ഒരു സെൻഡ് OTP ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ആ ഒരു OTP നൽകാനായിട്ട് ഒരു ബോക്സ് അവിടെ വരും. അപ്പോൾ അവിടെ നിങ്ങളുടെ ഫോണിലേക്ക് വരുന്ന OTP നൽകുക, സബ്മിറ്റ് ചെയ്യുക. സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് നേരെ അടുത്ത പേജിൽ നിങ്ങളുടെ പാസ്വേഡ് റീസെറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട്, പുതിയ പാസ്വേഡ് കൊടുക്കാനായിട്ടുള്ള 2 ബോക്സ് ഇതേപോലെ കാണാൻ പറ്റും. അപ്പോൾ നിങ്ങളവിടെ നിങ്ങളുടെ പുതിയ പാസ്വേഡ് എന്താണ് വേണ്ടത് ആ ഒരു പാസ്വേഡ് നിങ്ങൾ 2 ബോക്സിലും സെയിം പാസ്വേഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം വിദ്യാർത്ഥികൾ അപ്ഡേറ്റ് ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ആ നിങ്ങൾ നൽകിയ പാസ്വേഡ് രണ്ടും സെയിം ആണെങ്കിൽ അപ്ഡേറ്റ് ആയിട്ട് നിങ്ങൾക്ക് പുതിയ പാസ്വേഡ് നിങ്ങൾ അവിടെ സെറ്റായിട്ട് വരും. ഇനി ഇതിന് ശേഷം നിങ്ങൾക്ക് നേരത്തെയുള്ള ആ ഒരു പേജിലേക്ക് നിങ്ങൾക്ക് പോകാവുന്നതും പിന്നീട് വിദ്യാർത്ഥികൾക്ക്, അതായത് നേരത്തെയുള്ള ആ ഒരു പേജിലേക്ക് നിങ്ങൾക്ക് പോകാവുന്നതും, അതായത് നേരത്തെയുള്ള പേജിൽ പോയില്ല, അതുകൊണ്ട് തന്നെ ഹോം പേജിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് വീണ്ടും കാൻഡിഡേറ്റ് ലോഗിൻ SWS ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും ജില്ലയും കൊടുത്ത് ലോഗിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ രീതിയിൽ വളരെ സിമ്പിളായിട്ട് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ അറിയാമെങ്കിൽ പാസ്വേഡ് നിങ്ങൾക്ക് റീസെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.